പാലക്കാട് ജില്ലയിലെ ചാത്തന്നൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഫുട്ബോൾ ടൂർണമെന്റിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. മലപ്പുറം വെറ്ററൻസ് ഫുട്ബോൾ അസോസിയേഷൻ എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. 5 വർഷങ്ങൾക്ക് മുൻപ് മലപ്പുറം ജില്ലയിൽ 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ഫുട്ബോൾ കൂട്ടായ്മ എന്ന ആശയത്തിൽ നിന്ന് രൂപം കൊണ്ട ഒരു സംഘടന. ആദ്യം അംഗത്വമെടുത്തവർ വെറും വിരലിലെണ്ണാവുന്നവർ. ഫുട്ബോളിനെ ഭ്രാന്തമായി സ്നേഹിച്ചിരുന്ന ഒരു വിഭാഗം. പൊടിപാറുന്ന മൈതാനങ്ങളിൽ പന്ത് തട്ടി കളിച്ചവർ മുതൽ പ്രൊഫഷണൽ കളിക്കാർ വരെയുണ്ട് ഈ കൂട്ടത്തിൽ. എണ്ണം പറഞ്ഞ കളിക്കാരായിരുന്നിട്ടുകൂടി പട്ടിണിയും പരിവട്ടവും ജീവിത സാഹചര്യങ്ങളും കൊണ്ട് എവിടെയും എത്താതെ പോയവർ. പോയ കാലത്തെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ അവർ കണ്ടെത്തിയ വഴിയാണ് വെറ്ററൻസ് ഫുട്ബോൾ ടീം എന്ന ആശയം. കാൽപന്ത് കളിയോടുള്ള ഇഷ്ടം നെഞ്ചിലേറ്റിയ പലരും കളിക്കളത്തിലെ പോരാട്ടത്തിൽ നിന്ന് താൽക്കാലിക അവധിയെടുത്ത് ജീവിത പോരാട്ടത്തിനായി കടൽ കടന്നു. പക്ഷേ ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും അവർ ഫുട്ബോളിനെ മറന്നില്ല. ആർത്തു വിളിക്കുന്ന ഗാലറികൾ അവരുടെ സ്വപ്നങ്ങൾക്ക് എന്നും നിറം പകർന്നിരുന്നു. പേര് മലപ്പുറം വെറ്ററൻസ് ഫുട്ബോൾ അസോസിയേഷൻ എന്നാണെങ്കിലും മലപ്പുറവും വിട്ട് സംഘടന മറ്റു ജില്ലകളിലേക്ക് പടർന്നു. മലപ്പുറവും പാലക്കാടും തൃശ്ശൂരും എറണാകുളവും അങ്ങനെ കാൽപന്ത് കളിയെ നെഞ്ചിലേറ്റിയ ഇടങ്ങളിലെല്ലാം അംഗങ്ങൾ വന്നു ചേർന്നു. ഇന്ന് 450ഓളം എഫക്റ്റീവ് അംഗങ്ങളുള്ള ഒരു വലിയ ടീം തന്നെയായി മാറി ഇവർ. 40 വയസ്സ് മുതൽ 68 വയസ്സ് വരെയുള്ളവർ ഫുട്ബോൾ എന്ന ഒറ്റ ബിന്ദുവിനെ കേന്ദ്രീകരിച്ച് ഒത്തുകൂടുന്ന അതിമനോഹരമായ കാഴ്ച. ഇവരുടെ മത്സരവും സംഘടനവും എല്ലാം തികച്ചും പ്രൊഫഷണലാണ്. ഈ സംഘടനയിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ മത്സരിക്കാനാവൂ. വൈകുന്നേരം 4 മണി മുതൽ ആരംഭിക്കുന്ന മത്സരങ്ങൾക്ക് വേണ്ടി ഈ പ്രായത്തിലും കൃത്യസമയത്ത് എത്തിച്ചേരുന്ന ഇവരുടെ ആത്മാർത്ഥത പ്രൊഫഷണലിസത്തിന് ഉദാഹരണമാണ്. കഴിഞ്ഞ 5 വർഷമായി വിവിധ പ്രദേശങ്ങളിലായി ഇവർ ഇത്തരം മത്സരങ്ങൾ നടത്തിവരുന്നു. ഇതോടൊപ്പം തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് ഈ കൂട്ടായ്മ. സൂപ്പർ ലീഗാണ് ഈ ചാത്തന്നൂർ ഹൈസ്കൂൾ മൈതാനിയുടെ ഗ്രൗണ്ടിൽ നടക്കുന്നത്. 5 വർഷമായി നമ്മുടെ സംഘടന രൂപം കൊണ്ടിട്ട് ഈ 5 വർഷങ്ങളിലും ഒരു വർഷത്തിൽ നമ്മുടെ സൂപ്പർ ലീഗ് നടക്കുകയാണ്. 60 മെമ്പർമാരിൽ നിന്ന് ഇന്ന് 426 മെമ്പർമാർ ഈ അസോസിയേഷന്റെ കീഴിലുണ്ട്. അതിൽ 200 മെമ്പർമാർ മാത്രമാണ് 12 ടീമുകളായിട്ട് ഇന്നിവിടെ 11s കളിക്കുന്നത്. ഒരുപാട് സംഘടനാ മികവ് കൊണ്ടും ഒരുപാട് ചാരിറ്റി മികവ് കൊണ്ടൊക്കെ ഞങ്ങളുടെ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വർഷം തോറും സകല പ്ലേയേഴ്സിനെ ഞങ്ങൾ ലേലം ചെയ്ത് എടുത്തിട്ടാണ് ഇങ്ങനൊരു ടൂർണമെന്റിന് ഞങ്ങൾ നേതൃത്വം വഹിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, ട്രഷറൊക്കെ അടക്കം ഞങ്ങളുടെ ഭാരവാഹികളൊക്കെ അടക്കമുള്ള ആളുകൾ മാസങ്ങളോളം പ്രയത്നിച്ചിട്ട് ഇതിൻ്റെ ഒരു സംവിധാന സിസ്റ്റത്തേക്ക് ഇത് കൊണ്ടുവരുന്നത്. ഏതായാലും ഈ ലീഗ് ഇന്ന് അവിടെ ഞങ്ങളുടെ ഒരു പുതിയ രൂപത്തിലും ഭാവത്തിലുമാണ് ഇന്ന് ഈ സൂപ്പർ ലീഗ് ഈ ജില്ലയിൽ നടക്കുന്നത്. 7 ജില്ലകളോട് കൂടിയിട്ടുള്ള പ്ലേയേഴ്സുകൾ 426 പ്ലേയേഴ്സുകൾ ഞങ്ങളുടെ സംഘടനയിലുണ്ട്. ഞങ്ങളുടെ സംഘടന ഒരു ഫുട്ബോൾ മാത്രമല്ല മറ്റുള്ള മേഖലകളിലും ചാരിറ്റി മേഖലയിലൊക്കെ നിറസാന്നിധ്യം വഹിക്കുകയാണ്. ഏതായാലും ഇതൊരു പ്രൗഢഗംഭീരമായിട്ടുള്ള പിന്നെ ലീഗാണ് നടക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം മുൻ സന്തോഷ് ട്രോഫി താരം രാഹുൽ ആണ് ഈ ടൂർണമെന്റ് ഉദ്ഘാടനം ശരത് ആണ് ഈ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നത്. അത് ഗംഭീരമായിക്കൊണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം നടക്കും. ആ നടക്കുന്നതോടുകൂടി നമ്മുടെ ഈ സൂപ്പർ ലീഗ് ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു വേദിയായിട്ട് ഈ സംഘടന മാറ്റുകയാണ്. പലരുടെയും പ്രായം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫുട്ബോളിൽ ഇനി ഉയരങ്ങൾ കീഴടക്കാനാവില്ല എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. ഫുട്ബോൾ തങ്ങളുടെ ഉയിരാണെന്ന് പ്രഖ്യാപിക്കുന്നവർ ഉയരങ്ങളെക്കുറിച്ച് എന്തിന് വ്യാകുലരാവണം? ഇവരാണ് ഈ സംഘടനയെ നയിക്കുന്നവർ. സംഘടനയുടെ നെടുംതൂൺ എന്ന് തന്നെ പറയാം. സംഘടനയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും അടക്കമുള്ളവർ. ഈ സംഘടനയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നവർ. ഇവരെ പോലെ തന്നെയാണ് മറ്റുള്ളവരും. വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവർ, സ്വന്തമായി ബിസിനസ് ഉള്ളവർ. പലരും ഈ മത്സരത്തിന് വേണ്ടി മാത്രം വിദേശത്ത് നിന്ന് ലീവിനെത്തിയവരാണ്. അതെ, ആയ കാലത്ത് ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി മനസ്സില്ലാ മനസ്സോടെ ഫുട്ബോളിനെ സൈഡ് ലൈൻ ചെയ്തു നിർത്തിയവർ. ഇന്ന് ഒന്നും നേടാനില്ലെന്നറിഞ്ഞിട്ടും ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾക്കൊപ്പം തന്നെ ഫുട്ബോളിനെയും ചേർത്ത് പിടിച്ചവർ. ഇവരെ ഫുട്ബോൾ പ്രേമികൾ എന്ന് വിളിക്കണോ, ഫുട്ബോൾ താരങ്ങൾ എന്ന് വിളിക്കണോ, അതോ കുറച്ചുകൂടി സ്നേഹത്തോടെ ഫുട്ബോൾ ഭ്രാന്തന്മാരെന്ന് വിളിക്കണോ? യുവർ ചോയ്സ്. മലപ്പുറം ജില്ലാ വെറ്ററൻസ് സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിച്ച 4ാമത് സൂപ്പർ ലീഗ് മത്സരമാണ് ഇന്നലെ ചാത്തന്നൂർ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നത്. 6 ജില്ലകളിൽ നിന്നായി 40 വയസ്സിന് മുകളിലുള്ള 200ഓളം കളിക്കാർ പങ്കെടുത്ത ടൂർണമെന്റ് സന്തോഷ് ട്രോഫി താരം ശരത് KP ഉദ്ഘാടനം ചെയ്തു.
ഉദ്ഘാടന ചടങ്ങിൽ മലപ്പുറം വെറ്ററൻസ് ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി നൌഷാദ് മണ്ണൂർ സ്വാഗതം പറഞ്ഞു. MBSFA പ്രസിഡന്റ് ഷാജി ആലങ്ങാടൻ മങ്കട അധ്യക്ഷത വഹിച്ചു. വളരെ സന്തോഷമാണ്. സംഘടനക്ക് വൻ വിജയമാണ്. എത്ര വർഷമായി തുടങ്ങിയിട്ട്? 5 വർഷമായി സംഘടന തുടങ്ങിയിട്ടുണ്ട്. 5 വർഷമായി സംഘടന തുടങ്ങി. കേരളത്തിലുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ ഒരു ഏകദേശം 8 ജില്ലകളിൽ നിന്നുള്ള കളിക്കാരുണ്ട് ഇപ്പോൾ. 5 വർഷം നമ്മൾ ടൂർണമെന്റ് 5 വർഷം സൂപ്പർ ലീഗ് നടത്തുന്നുണ്ട്. അതിന് പുറമെ സെവൻസ് ഓരോ മാസം 2 സ്ഥലത്ത് സെവൻസിൻ്റെ ലീഗ് നടത്താറുണ്ട്. അതൊരു 7 ടീം 8 ടീമിൻ്റെ സെവൻസ് ലീഗ് 11ൻ്റെ ടൂർണമെൻറ്റ് വർഷത്തിൽ ഒരു പ്രാവശ്യം നടത്താറുള്ളൂ സൂപ്പർ ലീഗായിട്ട്. അത് ഗംഭീരമായിട്ടാണ് ഞങ്ങൾ നടത്താറുള്ളത്. റഫീഖ് പടിഞ്ഞാറ്റുമുറി, നസീർ പടിഞ്ഞാറ്റുമുറി, ജലീൽ മാസ്റ്റർ, ഖാദർ നഹ, നിസാർ, ഷറഫു, സയ്യിദ് മുഹമ്മദ്, സൈനുദ്ദീൻ, കബീർ, സോനൂസ് എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി. ചടങ്ങിൽ MBSFA ട്രഷറർ ഫഹദ് മാസ്റ്റർ നന്ദി പറഞ്ഞു.